ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. അതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ചാപ്റ്റർ. അപ്പോൾ ഒരു റിലേഷൻ ഇവിടെ തരിക. അതായത് ഇതൊരു സെറ്റ് എ ആണ്, ഇതൊരു സെറ്റ് ബി, എ ബി, ആൻഡ് ഈ ഒരു സെറ്റിനകത്ത് ഉള്ള എലമെൻറ്റ്സ് ആണ് 1 2 3 ആൻഡ് ബിക്ക് അകത്തുള്ള എലമെൻറ്റ്സ് എ ബി സി. ഓക്കെ, സോ ദിസ് ഈസ് എ റിലേഷൻ ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി എന്ന് പറയുന്നുണ്ട്. ആൻഡ് 1 ഈസ് റിലേറ്റഡ് ടു എ, 2 ഈസ് റിലേറ്റഡ് ടു ബി ആൻഡ് 3 ഈസ് റിലേറ്റഡ് ടു സി. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഫങ്ഷൻ ആണോ എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു റിലേഷൻ ഫങ്ഷൻ ആകണമെങ്കിൽ എന്താണ്, നമ്മുടെ ഫസ്റ്റ് സെറ്റിലെ എലമെൻറ്റ്സ് ഉണ്ടല്ലോ, എല്ലാ എലമെൻറ്റ്സും സെക്കൻഡ് സെറ്റിലെ എലമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ, ഇവിടെ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതെന്ന് പറയുന്നത് നമുക്കൊരു ഫങ്ഷനാണെന്ന് പറയാം. കാരണം ഫസ്റ്റ് സെറ്റിലെ ഓരോ എലമെൻറ്റിനും ഒരു സെക്കൻഡ് സെറ്റിലൊരു ഇമേജ് ഉണ്ട്. ആൻഡ് ഓൾസോ എല്ലാ എലമെൻറ്റ്സിൻ്റെയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഫങ്ഷൻ എടുക്കുന്ന സമയത്ത് 1 എ, പിന്നെ എന്താണ് 2 ബി, 3 സി എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഫങ്ഷൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിനകത്ത് തന്നെ ഈ എ ബി സി ഉണ്ടല്ലോ, അതാണ് ഇവിടുത്തെ ഇമേജ്. ഓക്കെ, എ ബി സി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഇമേജ്. ആൻഡ് ഓൾസോ ഇതിനകത്ത് വേറെ എക്സ്ട്രാ എലമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത് കോഡൊമെയിന് ഈക്വലാണ്. വിച്ച് മീൻസ് ഈ ഒരു ഫങ്ഷൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ സെറ്റ് ബി തന്നെയാണ്. അത് തന്നെയാണ് ഇവിടുത്തെ കോഡൊമെയിൻ എന്ന് പറയുന്ന സെറ്റും. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമെയിൻ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫങ്ഷൻ ഓൺ ടു ഫങ്ഷൻ ആയിരിക്കും. ഓക്കെ, ഫങ്ഷൻ എന്തായിരിക്കും? ഓൺ ടു ഫങ്ഷൻ ആയിരിക്കും. റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമെയിൻ. ദെൻ ഈ ഒരു ഫങ്ഷൻ 1 1 ഫങ്ഷനുമാണ്. അതായത് ഫങ്ഷൻ 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻപുട്ടിനും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടെങ്കിലാണ് ആ ഒരു ഫങ്ഷനെ നമ്മൾ 1 1 ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് തരിക. ഗ്രാഫ് തന്നത് ഒരു ഫങ്ഷൻ്റെ ഗ്രാഫാണ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഗ്രാഫ് എന്നിരിക്കട്ടെ. ഇതാണ് ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇനി ഈ ഫങ്ഷൻ എന്ന് പറയുന്നത് 1 1 ആണോ എന്ന് നമ്മളെങ്ങനെയാണ് നോക്കുക? 1 1 ആണോ നോക്കാനായിട്ട് നമുക്കുള്ളൊരു ടെസ്റ്റാണ് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് എന്ന് പറയും. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് എന്നാണ് അതിനെ പറയുന്നത്. അതായത് നമ്മൾ എക്സ് ആക്സിസിന് പാരലലായിട്ട് ഹൊറിസോണ്ടൽ ലൈന് വരയ്ക്കുകയാണ്. എന്നിട്ട് ഈ ഹൊറിസോണ്ടൽ ലൈന് എക്സ് ആക്സിസിന് പാരലലായിട്ട് നമ്മൾ കംപ്ലീറ്റ് വരയ്ക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വരച്ചു അല്ലേ. വരയ്ക്കുന്ന സമയത്ത് ഇവിടെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻസ്, ഇത്രയും പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. സോ ഈ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതാണ് ഔട്ട്പുട്ട്, ഇവിടുത്തെ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതാണ് ഔട്ട്പുട്ട്. അപ്പോൾ കുറേ ഇൻപുട്ട്സിന് ഔട്ട്പുട്ട് സെയിം തന്നെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫങ്ഷനെ നമുക്ക് മെനി വൺ ഫങ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫങ്ഷൻ 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ളൊരു ടെസ്റ്റാണ് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്. അതായത് ഈ ഒരു ഫങ്ഷന് നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈന് വരച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫങ്ഷനകത്ത് ഒരു പോയിന്റിൽ മാത്രമേ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് എന്താണെന്ന് പറയാം? 1 1 ഫങ്ഷൻ ആണെന്ന് പറയാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ ഇവിടുത്തെ എല്ലാ ഇമേജസും നമ്മുടെ കോഡൊമെയിൻ ആയിട്ടുള്ള
ഔട്ട്പുട്ട് എന്നുള്ളതാണ്, അല്ല കോഡൊമൈൻ ആയിട്ടുള്ള സെറ്റിൽ ഉള്ളതാണ്. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമൈൻ 1 1 ആണ്, ഓൺ 2 ആണെന്നും പറയാം. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഫംഗ്ഷനിലെ എലമെൻറ്റ്സ് ആണ് 1, A, 2, B, 3, C എന്നുള്ളത്. ഒരു ഫംഗ്ഷൻ 1 1 ഓൺ 2 ആണെങ്കിലാണ് ആ ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ എലമെൻറ്റ്സ് അല്ലേ. ഇനി ഇൻവേഴ്സ് എന്ന് പറയുന്ന ഇൻവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ബി ടു സെറ്റ് എ ആയിരിക്കും. അപ്പോൾ അതിനകത്തുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 1A ആണ് ഉള്ളത്. സോ ഈ ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സിനകത്തുള്ള എലമെൻറ്റ് A, 1 ഉണ്ടാകും. ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് B, 2 ഉണ്ടാകും. C, 3 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് F ഇൻവേഴ്സിനകത്തുള്ള എലമെൻറ്റ്സ്. അപ്പോൾ F ഇൻവേഴ്സിനകത്ത് നമുക്ക് വരുന്നത് അവിടെ ഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് F ഇൻവേഴ്സ് ആയിരിക്കും. ആൻഡ് ഓൾസോ റേഞ്ച് ഓഫ് F എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് F ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, റേഞ്ചും ഡൊമൈനും തിരിഞ്ഞു വരും നമ്മുടെ F ഇൻവേഴ്സിൻ്റെ കേസ് വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഇപ്പോൾ പഠിക്കാനായിട്ടുള്ളത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണ്. അതായത് നമ്മൾ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് പഠിച്ചത്? സൈന്, കോസ്, ടാന്, കോട്ട്, കൊസീക്ക്, സീക്ക്, അങ്ങനെയുള്ള 6 ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ സൈൻ എന്ന് പറയുന്ന ഫങ്ഷൻ്റെ ഇൻവേഴ്സ് എന്താണ്? സൈൻ എന്ന് പറയുന്ന ഫങ്ഷൻ്റെ ഇൻവേഴ്സാണ് സൈൻ ഇൻവേഴ്സ്. ദെൻ കോസ് എന്ന് പറയുന്ന ഫങ്ഷനുണ്ട്, അതിൻ്റെ ഇൻവേഴ്സ് കോസ് ഇൻവേഴ്സ് എന്ന് പറയും. ടാൻ എന്ന് പറയുന്ന ഫങ്ഷൻ്റെ ഇൻവേഴ്സിനെ നമ്മൾ ടാൻ ഇൻവേഴ്സ് എന്ന് പറയും. കോട്ട് എന്ന് പറയുന്ന ഫങ്ഷൻ കോട്ട് ഇൻവേഴ്സ് ആണ് അതിൻ്റെ ഇൻവേഴ്സ്. കൊസീക്കിൻ്റെത് കൊസീക്ക് ഇൻവേഴ്സ് എന്ന് വരും. ആൻഡ് ഓൾസോ സീക്കിൻ്റെത് സീക്ക് ഇൻവേഴ്സ് എന്ന് വരും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പഠിക്കേണ്ടത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനായിട്ട് പോകുന്നത് സൈൻ ഫങ്ഷനാണ്. സൈൻ ഫങ്ഷനാണ്. അപ്പോൾ y is equal to sin x എന്ന് പറയുന്ന ഫങ്ഷൻ ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ സൈൻ എക്സിൻ്റെ ഗ്രാഫ് നമുക്കറിയാം. എങ്ങനെയാണ് സൈൻ എക്സിൻ്റെ ഗ്രാഫ്? സൈൻ എക്സിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നത് ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സൈൻ എക്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? നമ്മളിവിടെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ വരയ്ക്കുകയാണ്. അതായത് ഈ ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷൻ 1 1 ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം അല്ലേ. അപ്പോൾ y is equal to sin x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്താണ്? ഡൊമൈൻ എന്ന് പറയുന്നത് ഇവിടെ -∞ to +∞ ആണ്. വിച്ച് മീൻസ്
ഡൊമൈൻ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറാണ്. ഓക്കെ, ദെൻ ഇതേ ഫംഗ്ഷൻ്റെ റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം ആയിട്ടുള്ള വാല്യൂ ഇവിടെ വരുന്നത്, ഓക്കെ, ഇവിടെ മാക്സിമം വാല്യൂ ഇവിടെ വരുന്നത് 1ഉം മിനിമം ആയിട്ടുള്ള വാല്യൂ ഇവിടെ വരുന്നത് എന്താണ്, -1ഉമാണ്. സോ ഈ ഒരു ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -1 to 1 ആണ് ഈ ഒരു sin xൻ്റെ റേഞ്ച്. ദെൻ നമ്മളിവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ചെയ്യുകയെന്ന് വെച്ചോ. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് നമ്മൾ വരച്ചു. ഓക്കെ, പാരലൽ ടു എക്സ് ആക്സിസ് നമ്മൾ വരച്ചപ്പോൾ ഇതിന് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻസ് വരുന്നുണ്ട്. പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് വേരിയസ് ഇൻപുട്സിന് നമുക്ക് ഔട്ട്പുട്ട് സെയിം ആയിട്ടാണ് ഇവിടെ കിട്ടുന്നത്. സോ ഡിഫറെൻറ്റ് ഇൻപുട്സിന് ഔട്ട്പുട്ട് സെയിം കിട്ടുന്നതിനെ നമ്മൾ മെനി വൺ ഫങ്ഷൻ എന്നാണ് പറയുന്നത്. മെനി വൺ ഫങ്ഷൻ എന്നാണ് ഡിഫറെൻറ്റ് ഇൻപുട്സിന് സെയിം ഔട്ട്പുട്ട് കിട്ടുന്ന ഫങ്ഷനെ നമ്മൾ പറയുന്നത്. പക്ഷേ ഫങ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണെന്ന് പറഞ്ഞു, അത് 1 ഫങ്ഷൻ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ കംപ്ലീറ്റ് ഡൊമൈൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, അതൊരു 1 ഫങ്ഷനായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഡൊമൈൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു sin x എന്ന് പറയുന്നതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യൂ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഏത് ഡൊമൈനാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് കണ്ടുപിടിക്കണം. ഏത് ഡൊമൈനാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇപ്പോൾ ഇവിടെ 0 to π വരെയുള്ള വാല്യൂ ആണ് എടുത്തതെന്ന് വെച്ചോ. ഓക്കെ, അതായത് നമ്മളിവിടെ എടുക്കുന്നു 0 മുതൽ π വരെയുള്ള ഒരു വാല്യൂ എടുത്തു നോക്കി. sin xൻ്റെ തന്നെ 0 മുതൽ π വരെയുള്ള വാല്യൂ എടുത്തു നോക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോഴും നമുക്ക് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഒരു മെനി വൺ ഫങ്ഷൻ തന്നെയാണ് വരുന്നത്. മെനി വൺ ഫങ്ഷനാണ് വരിക. നമ്മൾ വേറെ ഒരെണ്ണം എടുത്തതാണ് ഇത്. അതായത് -π/2 to π/2, -π/2 to π/2 എന്ന് പറയുന്ന ആ ഒരു പോർഷൻ നമ്മൾ എടുത്തു. ഇവിടെ എന്താണ്, ഇവിടെ മാക്സിമം വാല്യൂ 1ഉം വന്നു, ഇവിടെ മിനിമം വാല്യൂ -1ഉം വന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് എത്ര ലൈൻ വരച്ചു കഴിഞ്ഞാലും ഇവിടെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനെ ഒരു ഇൻപുട്ടിന് വരുന്നുണ്ട് അല്ലേ. ആൻഡ് ഓൾസോ ഇവിടെ എന്ന് പറഞ്ഞാൽ റേഞ്ച് ഈക്വൽ ടു എന്തെന്ന് വരും, -1 to 1ഉം വരുന്നുണ്ട്. ഓക്കെ, റേഞ്ച് ഈക്വൽ ടു -1 to 1 എന്നും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള y ഈക്വൽ ടു sin x എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡൊമൈനാണ് എടുക്കാനായിട്ട് പോകുന്നത്. അതായത് -π/2 to π/2 ആണ് അവിടുത്തെ ഡൊമൈന്. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 to 1 ആണ്. ഇത് y ഈക്വൽ ടു sin x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കേസാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മൾ sin ഇൻവേഴ്സ് x എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുകയാണ്. അതായത് y ഈക്വൽ ടു sin ഇൻവേഴ്സ് x എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുകയാണ്. sin ഇൻവേഴ്സ് x എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ഡൊമൈൻ എന്തായിരിക്കും, എന്താണോ sin xൻ്റെ റേഞ്ച് നമുക്ക് കിട്ടിയത് -1 to 1 ആണ്. സോ ഈ ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ -1 to 1ഉം ദെൻ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, -π/2 to π/2ഉം ആയിരിക്കും. -π/2 to π/2 ആണ് ഈ ഒരു ഫംഗ്ഷൻ്റെ
റേഞ്ച് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ y ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഉണ്ടല്ലോ, y ഇസ് ഈക്വൽ ടു സൈൻ എക്സിനകത്ത് നമ്മൾ എക്സ് എന്ന് പറയുന്നത് -π/2 0 π/2 ഈ 3 വാല്യൂസ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ y എന്ത് കിട്ടും? y is equal to sin -π/2 is -1 and sin 0 is 0, sin π/2 is 1. സോ ഇവിടെ y is equal to sin ഇൻവേഴ്സ് x എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് എക്സും വൈയും ഇൻ്റർചേഞ്ച് ആവും അല്ലേ? ഇൻ്റർചേഞ്ച് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1ന് -π/2 ആൻഡ് 0ക്ക് 0, ദെൻ 1ന് +π/2 വരുന്നുണ്ട്. അപ്പോൾ ഇത് വച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. ഇങ്ങനെ വരും. ദെൻ ഇവിടുത്തെ വാല്യൂ 0 ഉണ്ട്, 1 ഉണ്ട്, -1 ഉണ്ട്. ഇനി ഇവിടെ π/2 ഉണ്ട്, ഇവിടെ എന്താണ് -π/2 ഉണ്ട്. ഓക്കെ, ദെൻ 0യിൽ വാല്യൂ എന്താണെന്ന് പറഞ്ഞു? 0 ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് 1ൽ വാല്യൂ π/2 ആണ്. 1ൽ വാല്യൂ π/2 ആണ്. ആൻഡ് ഓൾസോ -1ൽ വാല്യൂ -π/2 ആണ്. അപ്പോൾ ഇവിടെ വാല്യൂ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇങ്ങനെ വരച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ സൈൻ എക്സിൻ്റെ ഗ്രാഫ്. സൈൻ എക്സിൻ്റെ ഗ്രാഫ് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അതല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം. ആദ്യം നമ്മൾ ആദ്യത്തെ ഗ്രാഫ് വരച്ചു, y is equal to sin x. അത് π/2 ടു π/2 വരെയുള്ള ഗ്രാഫാണ് നമ്മളിവിടെ വരച്ചത് അല്ലേ? π/2 ടു -π/2 വരെയുള്ള ഗ്രാഫ് നമ്മളിവിടെ വരച്ചു. അതിനുശേഷം നമ്മൾ y is equal to x എന്ന് പറയുന്ന ഒരു ലൈൻ ഇവിടെ വരയ്ക്കുകയാണ്. y is equal to x എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചു. ഓക്കെ, then we have to take the mirror image of this graph with respect to y equal to x ആണ്. അപ്പോൾ മിറർ ഇമേജ് എടുക്കുമ്പോൾ നമുക്ക് ഇത് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ മിറർ ഇമേജ് എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഓൾസോ ഇവിടെ ഇങ്ങോട്ട് പോകുന്നു, മിറർ ഇമേജ് എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/2 ആൻഡ് ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ -π/2 ആണ്. ആൻഡ് ഓൾസോ ഇത് 1 ആണ്, പിന്നെന്താണ് ഇത് -1 ആണ്. സോ ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്രാഫാണ് നമ്മുടെ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. ഓക്കെ, ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണ്? വരച്ചു. ദെൻ ഇവിടെ 2 പോയിൻറ്റ്സ്, ഇവിടെ 2 പോയിൻറ്റ്സ്. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ നിന്ന് ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1, ഇവിടെ -1, ഇവിടെ π/2, ഇവിടെ -π/2. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കിക്കേ. ഈ ഒരു ഗ്രാഫിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഈ ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് ആദ്യം മനസ്സിലാവുന്നത് ഈ ഒരു ഗ്രാഫിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? മാക്സിമം വാല്യൂ ഇസ് ഈക്വൽ ടു π/2 അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. ആൻഡ് ഈ ഗ്രാഫിൻ്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -π/2 ആണ്. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു -1 ആണ്. ആൻഡ് ദെൻ ഈ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസിങ് ഗ്രാഫാണ്. അതായത് നമ്മൾ എക്സിൻ്റെ വാല്യൂ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് വരുമ്പോൾ ഇൻക്രീസ് ചെയ്യും അല്ലേ? അപ്പോൾ വൈയുടെ വാല്യൂ എങ്ങനെയാണ് വരുന്നത്? -π/2 ടു π/2 ആണ് വൈയുടെ വാല്യൂ വരുന്നത്. അതായത് എക്സ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതനുസരിച്ച് വൈയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്താണ് പോകുന്നത്. സോ ദിസ് ഈസ് ആൻ ഇൻക്രീസിങ് ഗ്രാഫ്, ഇൻക്രീസിങ് ആണ്. ആൻഡ് ഓൾസോ ഈ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. എങ്ങനെയാണ് ഓഡ് ഫംഗ്ഷൻ എന്ന് മനസ്സിലായത്? ഓഡ് ഫംഗ്ഷൻ എന്ന് മനസ്സിലായത് നമുക്ക് ഇതിപ്പോൾ നമ്മളിങ്ങനെ വരച്ചു. അതായത് ഇതിൻ്റെ പോസിറ്റീവ് സൈഡിലെ ഗ്രാഫ് വരച്ചേ, അതായത് പോസിറ്റീവ് എക്സ് ആക്സിസിലെ ഗ്രാഫ് ഇതാണെന്ന് മനസ്സിലായി. ഓക്കെ,
ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടേക്ക് മിറർ ഇമേജ് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ്. വൈ ആക്സിസിന് റെസ്പെക്റ്റ് ആയിട്ട് ഇതിൻ്റെ മിറർ ഇമേജ് എടുക്കുക. അപ്പോൾ മിറർ ഇമേജ് എടുക്കുമ്പോൾ നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മിറർ ഇമേജ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് എടുക്കുക. മിറർ ഇമേജ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് എടുക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്രാഫ് തന്നെയാണ് നമുക്കിവിടെ y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫ് അല്ലേ? y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫ് ഇതാണ്. സോ നമുക്കെന്ത് പറയാം? ഇതെന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണെന്ന് പറയാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ ഇത് -1 to 1 നിന്ന് എവിടെയാണ് റേഞ്ച് എന്ന് പറയുന്നത് -π/2 to π/2 ആണ്. സോ ഇതെന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടഡ് ഫംഗ്ഷനാണെന്നും പറയാം. അതായത് ഇന്ന വാല്യൂവിന് ഇടയിലാണ് ഇത് നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് അറിയാം. അതിനെയാണ് നമ്മൾ ബൗണ്ടഡ് ഫംഗ്ഷൻ എന്ന് പറയും. സോ ഇതാണ് നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സിനെ കുറിച്ച് പറയാനുള്ളത്.